ചിഞ്ചു, ആ മഴയാണ്, പണിയില്ല. സാധാരണ അങ്ങനെ അവസ്ഥകൾ വരുമ്പോൾ നീ അത് മാനേജ് ചെയ്യാറുണ്ട്. അപ്പം ഈ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പണി ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് നീ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യണത്? അതൊന്ന് പറഞ്ഞു തന്നെ. ചോദിച്ചാ വരവ് അറിഞ്ഞ് ചെലവാക്കണം എന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഒറ്റയ്ക്ക് മാറി ജീവിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അറിയാലോ, ഞാൻ ഇതൊരു ജോലിക്ക് പോയിട്ടില്ല. എനിക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ പിള്ളേരെ നോക്കാൻ ആളുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർക്ക് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളും. നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ലീവൊന്നും അങ്ങനെ തരില്ല. അത് ഒരാളുടെ മാറുമ്പോൾ ഒരാളുടെ അങ്ങനെയാണ്. ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോണിച്ചൻ കൊണ്ടുതന്നെ ഒരാളുടെ വരുമാനത്തിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ അതിനുള്ളിൽ കൊള്ളിച്ച് നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു. പിള്ളേരെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വന്നാലും അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം ലോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ഞെരുക്കുണ്ട്. എന്നാലും നമുക്ക് ഒറ്റ കാര്യത്തിലേ കുറയ്ക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ഭക്ഷണ കാര്യം. ബാക്കി ഒരു കാര്യവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിള്ളേരുടെ സ്കൂൾ ഫീസ്, വണ്ടിയുടെ ഫീസ്, കറണ്ട് ബില്ല്, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഭക്ഷണ കാര്യം, വയറ് ചുരുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഭക്ഷണത്തിലെ കുറച്ച് മെനു ഒക്കെ വെട്ടി കുറക്കേണ്ടി വരും. 2-3 തരം കറിയും കൂടി കഴിക്കുന്ന നമ്മുടെ വീട്ടിൽ ഇപ്പൊ അങ്ങനെ ശീലമില്ല. അങ്ങനെ കഴിക്കുന്ന ആൾക്കാര് ഒരു കറി അല്ലെങ്കിൽ 2 കറിയായിട്ട് ചുരുക്കണം. പിന്നെ ഇപ്പൊ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ 1 നേരം 2 നേരം കൊണ്ട് തീർക്കുന്നത് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒപ്പിക്കേണ്ട വരും. എന്നാൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരാളുടെ വരുമാനത്തിൽ ജീവിക്കാൻ നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മുടെ വീട്ടിൽ തോന്നിച്ചാൽ അറിയാലോ, ഒരു മീൻകറി വെച്ച് കഴിഞ്ഞാൽ 2-3-4 ദിവസം വരെയൊക്കെ പോവാറുണ്ട്. ഒരു ചിക്കൻ കറി വെച്ചാലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മീൻ കൊണ്ടുവന്നാലും അത് കൊണ്ടുവരുമ്പോ തന്നെ കുറച്ചെടുത്ത് കറി വെച്ചാലും ബാക്കി ഞാനത് തോണിച്ചു പോലും ചിലപ്പോൾ അറിയാറില്ല. കുറച്ചെടുത്ത് ഞാൻ വറുക്കാൻ പറ്റി വെക്കും. വേറെ ഒന്നുമല്ല, മീൻകറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു രസമോ ഒരു മോരോ കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീനും വറുത്ത് കഴിഞ്ഞാൽ അത് 2-3 ദിവസം ഓടിക്കോളും. അപ്പോൾ ഒരു 100-200 രൂപയുടെ കറി മേടിച്ച് നമുക്ക് ഒരാഴ്ചയോളം ഉണ്ടാവും. അതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ച പാഠങ്ങളാണ്. എൻ്റെ അമ്മ ചെയ്തത് കണ്ടാണ് ഞാനും പഠിച്ചേക്കുന്നത്. പിന്നെ കടങ്ങളും ആഡംബരങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കേണ്ടി വരും. ഇതിപ്പോ ഞാൻ പറയണത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് ഒരു സാധനം വാങ്ങിക്കണം, ഒരു ഡ്രസ്സ് കാണുമ്പോൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ റോട്ടിൽ കൂടി പല കച്ചവടക്കാരും പോകുമ്പോൾ നമുക്കത് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുക, നമ്മളത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വരവുണ്ടോ, നമുക്ക് അതിനനുസരിച്ചൊരു വരുമാനം ഉണ്ടോ എന്ന് ആലോചിക്കുക. എൻ്റെ അമ്മ പറയുമായിരുന്നു, ഭർത്താക്കന്മാരെ ഉത്തരത്തി കയറ്റരുതെന്ന്. ഉള്ള കടം മുഴുവൻ വരുത്തി വെച്ചിട്ട് ഭർത്താക്കന്മാരെ ഉത്തരത്തി കയറ്റുക. അന്നൊക്കെ അർത്ഥം അങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. പിന്നീടാണ് മനസ്സിലായത്, ശരിയാണ്, കടം തീർക്കാൻ പറ്റാതെ എത്രയോ ആൾക്കാരാണ് ആത്മഹത്യ ചെയ്തിരുന്നത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ മക്കളെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുക. അവരെല്ലാം അറിഞ്ഞു വളർന്നാൽ മാത്രമാണ് അവർക്ക് വീട്ടിനോടൊരു റെസ്പെക്ട്, മാതാപിതാക്കളോടൊരു റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലത്ത് മക്കളെ അതൊന്നും അറിയിക്കാതെ അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാതാപിതാക്കന്മാർ ഓടുകയാണ്. ഒരു ബർത്ത്ഡേ വരുമ്പോഴും കണ്ടിട്ടില്ലേ, കേക്ക് കട്ടിങ് എന്തോരം ആഡംബരമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മളുടെ മക്കൾക്ക് ഇപ്പൊ 10 വയസ്സും 8 വയസ്സുമായി. നമ്മുടെ പിള്ളേർക്ക് 2 പേരുടെയും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ബർത്ത്ഡേ പോലും ആഘോഷിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. കാരണം അവർക്കറിയാം, ഇപ്പൊ ഒരു കേക്ക് കട്ടിങ് ഇത്ര ആൾക്കാരെ വിളിച്ചത് നടത്തുമ്പോൾ നമുക്ക് അതിനുള്ള ചെലവാണ്. അതിന് പകരം അവർക്ക് ഒരു ഡ്രസ്സ്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ വർഷത്തിൽ ഒരു ഡ്രസ്സാണ് എടുക്കുന്നത്. ഓണത്തിനും ക്രിസ്മസിനൊക്കെ നമ്മൾ അത് ഒഴിവാക്കിയേക്കാണ്. ആകെ ബർത്ത്ഡേക്ക് മാത്രമേ ഒരു ഡ്രസ്സ് എടുത്തുള്ളൂ. അങ്ങനെ മാക്സിമം ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ പോവാന്നേ. പിന്നെ ലോണുകളൊക്കെ നമ്മളുടെ ജീവിത ചെലവാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലോണുകളൊന്നും എടുക്കാതെ പറ്റില്ല. അപ്പൊ അതൊക്കെ അടയ്ക്കണം. വീട്ടിലെ ചെലവ് എല്ലാം കൂടി കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ കുറെയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ തിങ്ങി ഞെരുങ്ങിയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റണമല്ലോ, അങ്ങനെയൊക്കെയല്ലേ പോകേണ്ടത്. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും കുറെ ആഡംബരം ഒഴിവാക്കിയാൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ തട്ടിയും മുട്ടിയും പോകാൻ പറ്റും ഒരാളുടെ വരുമാനത്തിന്. സേവിങ്സ് ഒന്നും ഉണ്ടാവൂല, എന്നാലും മാക്സിമം നമ്മൾ കടം വാങ്ങിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത് ഒഴിവാക്കിയാൽ മതി. നമുക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ അത്യാവശ്യമാണോ എന്ന് ആലോചിച്ച് ചെലവാക്കുക. അപ്പൊ മതി. നമുക്ക് അത്യാവശ്യം ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ ഉള്ളതിൽ എന്താണോ അത് വെച്ച് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്ത് പഠിപ്പിക്കുക. അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുകയല്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് എന്താണോ അത് കഴിക്കാനും കൂടി അവരെ പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് ദൈവാധീനം കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ സോണത്തിന് 2-3 മാസത്തേക്ക് പണി കുറവാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ ദൈവം ഉണ്ടല്ല എല്ലാത്തിനും സപ്പോർട്ടായിട്ട്. അതൊക്കെ നടന്നു പൊക്കോളും. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട.
ഓക്കെ.